ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ഹാഷ്മി, നമ്മുടെ ഒട്ടേറെ പ്രേക്ഷകരും ഇപ്പോൾ യൂട്യൂബിൽ വന്ന് ചോദിക്കുന്നുണ്ട്, അവർ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ദൗത്യം ഇത്തരത്തിൽ വൈകുന്നത് എന്ന്. അവിടെ നിന്ന് ദിവസങ്ങളായി, മണിക്കൂറുകളായി റിപ്പോർട്ട് ചെയ്യുന്ന ഹാഷ്മിക്ക് അതിന് കൃത്യമായി മറുപടി പറയാൻ കഴിയുമല്ലോ. ഈ കുത്തൊഴുക്ക് വലിയ വെല്ലുവിളിയാണെന്ന് ഇപ്പോൾ തന്നെ നേവി സംഘം പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഡ്രോൺ ദൗത്യത്തിൽ നമ്മുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് വിവരങ്ങൾ ഹാഷ്മി? ഉന്മേഷം അതുതന്നെയാണ് പ്രശ്നം. ഈ ഗംഗാവാലി പുഴയിലെ കുത്തൊഴുക്ക് തന്നെ ഇപ്പോഴും അതേ അവസ്ഥയിൽ തുടരുകയാണ്. അതേ അവസ്ഥയിലല്ല തുടരുന്നത്. ഇന്നലത്തെ 20 നോട്ട് എന്ന് പറയുന്ന അതിഭീമമായ ഒഴുക്കിൽ നിന്നും ഒരു 15 താഴേക്ക് നോട്ട് എത്തുന്നുണ്ട്. പക്ഷേ ആ 15 താഴേക്ക് നോട്ട് എത്തുമ്പോഴും അത് മതിയാവില്ല. നമ്മുടെ ഒരു നാവിക സേനാംഗത്തെ അതിനുള്ളിലേക്ക് ജമ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒബ്ജക്റ്റിലേക്ക് എത്താൻ അത് മതിയാവില്ല. ഉന്മേഷ് അത് 2 to 3 ആവണമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 2 to 3 എത്തിയില്ലെങ്കിൽ കൂടിയും ഒരു 5 or 6 നോട്ട് എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് ആ ഒഴുക്കിന്റെ ഗതിവേഗം എത്താൻ വേണ്ടി കാത്തിരിക്കുന്നു. അത് അക്ഷരാർത്ഥത്തിൽ അക്ഷമയോടുകൂടി എന്നാലും വലിയ പ്രതീക്ഷ ഇപ്പോഴും നാവികസേനാംഗങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഡൈവ് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് പറയുമ്പോൾ പോലും ഈ മലയോര മേഖലകളിൽ വൃഷ്ടിപ്രദേശങ്ങളൊന്നും കാര്യമായ മഴ ഇന്ന് പെയ്തിട്ടില്ല, രാവിലെ മുതൽ പെയ്തിട്ടില്ല. അത് വലിയ പ്രതീക്ഷ നൽകുകയാണ് ഉന്മേഷ്. കാര്യം ആ മേഖലയിൽ പെയ്യുന്ന മഴയും ആ മേഖലയിൽ ഉണ്ടാകുന്ന ചെറിയ മണ്ണിടിച്ചിലും ഒക്കെ വല്ലാതെ ഒഴുകിയെത്തി നമ്മുടെ ദൗത്യത്തെ ദുഷ്കരമാക്കുന്ന കാഴ്ച പോയ ദിവസങ്ങൾ കണ്ടതാണ്. ഇന്നിപ്പോൾ എന്തായാലും അതുണ്ടാവുന്നില്ല. ഈ അവസ്ഥ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ കൂടി തുടർന്നാൽ ഈ പറയുന്ന നാവികസേനാംഗങ്ങൾക്ക് അങ്ങോട്ട് ഡൈവ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കും എന്ന് തന്നെ ഇപ്പോൾ അറിയാൻ കഴിയും. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശോധന ഡ്രോൺ പരിശോധനയാണ്. ആ ഡ്രോൺ പരിശോധനയിൽ ഈ ബറീഡ് ഒബ്ജക്റ്റിനെ വളരെ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ, അനലൈസ് ചെയ്യാവുന്ന രീതിയിൽ കൃത്യമായ മികവാർന്ന ദൃശ്യങ്ങൾ കിട്ടുമെന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം ലോറിയുടെ കിടപ്പ് മാത്രമല്ല ഉന്മേഷ്, ഈ ലോറിയുടെ മുന്നത്തെ ക്യാബിൻ അതേത് അവസ്ഥയിലാണ്, അത് താഴേക്ക് ജമ്പ് ചെയ്യുന്ന നാവികസേനാംഗത്തിന് വളരെ വേഗം ആക്സസബിളായി നിൽക്കുന്ന അവസ്ഥയിലാണോ, അതോ ചെളിയിൽ പൂണ്ട് കിടക്കുകയാണോ, 10 ദിവസമായി അതിന് ഡോർ തുറക്കാൻ കഴിയുമോ, ഡോർ തുറന്നാൽ അർജുനെ ഏതവസ്ഥയിൽ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും, ആ ഡോർ തുറക്കാൻ കഴിയുമോ, അതല്ലെങ്കിൽ കട്ടർ പോലുള്ള മറ്റ് സംവിധാനങ്ങൾ, വേറെ സംവിധാനങ്ങൾ അതിനാവശ്യമായി വരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്പസമയത്തിനകം ഈ പറയുന്ന ഈ ഡ്രോൺ പരിശോധനയിൽ വ്യക്തമാകും. അത് നാവികസേനയ്ക്ക് നൽകുന്ന ഡേറ്റാബലം ചെറുതേ അല്ല. അവർക്ക് താഴേക്ക് ഇറങ്ങാനുള്ള ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ പ്രിസൈസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കിട്ടുമെന്നാണ് മുൻ മേജർ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ആ വിവരങ്ങൾ കൂടി കിട്ടുന്ന മുറയ്ക്ക് നാവികസേന ഇവിടെ ദൗത്യത്തിന് വലിയ ഗതിവേഗം കൈവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോഴും ഈ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. അത് ഇങ്ങോട്ടേക്ക് ഉദ്യോഗസ്ഥ സംഘം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, കൂടുതൽ സംഘം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്.